ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൈൻ വൈസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ഇല്ലുസ്ട്രേഷൻ 4 ആണ്. ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. The following are the account balances of Brothers Agency after preparing trading and profit and loss account for the year ending 31st December 2012. Land and building 20,000, closing stock 13,000, bank loan 15,000, sundry creditors 16,000, cash in hand 7,500, cash at bank 2,200, sundry debtors 12,000, bill receivable 5,300, insurance prepaid 200, machinery 40,000, salaries outstanding 1,200, drawings 3,000, capital 30,000, net profit of the year 7,000, furniture 6,000, bill payable 40,000. Prepare balance sheet of Brothers Agency in the order of liquidity and permanence. ഇപ്പോൾ നമ്മളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ രണ്ട് ഫോർമാറ്റ് പഠിച്ചു. ആ രണ്ട് ഫോർമാറ്റിലും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം. ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയും ചെയ്യണം, ഇൻ ദ ഓർഡർ ഓഫ് പെർമീനിയൻസും ചെയ്യണം. ഫസ്റ്റ് നമുക്ക് ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കണം. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2012. രണ്ട് സൈഡ്സ് ഉണ്ട്, ഒരു ലയബിലിറ്റി സൈഡും ഉണ്ട്, അസറ്റ് സൈഡും ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം അസറ്റ് സൈഡ് ചെയ്താം. അസറ്റിൽ നമ്മൾ ആദ്യം ഏതാണ് പഠിച്ചത്? ക്യാഷ് ഇൻ ഹാൻഡ് അല്ലേ. ക്യാഷ് ഇൻ ഹാൻഡ് എത്രയാണ്? 7,500. ക്യാഷ് അറ്റ് ബാങ്ക് 2,200, ബിൽ റിസീവബിൾ 5,300, സൺട്രി ഡെപ്റ്റേഴ്സ് 12,000, ക്ലോസിംഗ് സ്റ്റോക്ക് 30,000, ഇൻഷുറൻസ് പ്രിപെയ്ഡ് 200, ഫർണിച്ചർ 6,000, മെഷീനറി 40,000, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 20,000. നമ്മൾ ആ പഠിച്ച ഒരു ഫോർമാറ്റിൽ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് നമ്മളെടുത്ത് എഴുതിയാൽ മതി. നമുക്ക് ലയബിലിറ്റി സൈഡിൽ എന്താണ് ആദ്യം ഇരുന്നത്? ക്രെഡിറ്റേഴ്സ് അല്ലേ. അപ്പോൾ ആദ്യം സൺട്രി ക്രെഡിറ്റേഴ്സ് 16,000, ബിൽ പേയബിൾ 14,000, സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് 1,200, ബാങ്ക് ലോൺ 50,000. ഇനി എന്താ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ എഴുതണം. ഇന്നർ കോളത്തിൽ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് 30,000 എഴുതണം. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? നെറ്റ് പ്രോഫിറ്റ് 7,000 ആഡ് ചെയ്യണം. അപ്പോൾ 30,000 പ്ലസ് 7,000 എത്ര കിട്ടും? 37,000. ഇനി അതിൽ നിന്ന് എന്താണ് ലെസ് ചെയ്യേണ്ടത്? ഡ്രോയിങ്സ് അല്ലേ. ഇവിടുത്തെ ഡ്രോയിങ്സ് എത്രയാണ്? 3,000. അപ്പോൾ 37,000 മൈനസ് 3,000 എത്ര വരും? 34,000. ആ 34,000 വേണം നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതാൻ. നമുക്ക് രണ്ട് സൈഡും ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. രണ്ടും നമുക്ക് കിട്ടുന്ന എത്രയാണ്? 80,200. രണ്ടും ടാലി ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇൻ ദ ഓർഡർ ഓഫ് പെർമീനിയൻസ് നോക്കാം. പെർമീനിയൻസ് നമ്മൾ എങ്ങനെ പഠിച്ചത്? ലിക്വിഡിറ്റിയിൽ ലാസ്റ്റ് വരുന്നത് ഫസ്റ്റ് വരും, ലിക്വിഡിറ്റിയിൽ ഫസ്റ്റ് വരുന്നത് ലാസ്റ്റും വരും. അപ്പോൾ അതേപോലെ എടുത്ത് എഴുതിയാൽ മതി. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 20,000, മെഷീനറി 40,000, ഫർണിച്ചർ 6,000, ഇൻഷുറൻസ് പ്രീപെയ്ഡ് 200, ക്ലോസിംഗ് സ്റ്റോക്ക് 13,000, സൺട്രി ഡെപ്റ്റർ 12,000, bill receivable 5,300, cash at bank 2,200, cash in hand 7,500. ലയബിലിറ്റി സൈഡിൽ ഫസ്റ്റ് ക്യാപിറ്റൽ 30,000, നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം 7,000. അപ്പോൾ നമുക്ക് 37,000 കിട്ടും. 3,000 ഡ്രോയിങ്സ് ലെസ് ചെയ്യണം, 34,000. ബാങ്ക് ലോൺ 15,000, സാലറി ഔട്ട്സ്റ്റാൻഡിങ് 1,200, ബിൽ പേയബിൾ 14,000, സൺട്രി ക്രെഡിറ്റർ 16,000. ടോട്ടൽ 18,200. അപ്പോൾ ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് ചെയ്യുന്നത്. രണ്ട് ഓർഡറിലും, ലിക്വിഡിറ്റി ഓർഡറിലും പെർമീനിയൻസ് ഓർഡറിലും നമ്മൾ ചെയ്യാൻ പഠിച്ചു. ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇതിൻ്റെ ആൻസർ ടാലി ആവുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരിക്കും? കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.